ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വളരെ ചെറുതാണ്. അതിലായിട്ട് നമുക്ക് 4 കാർഡ്സും ഒരു റേസിംഗ് മോഡും വന്നിട്ടുണ്ട്. ഈ ഒരു 4 കാർഡ്സാണ് വന്നിരിക്കുന്നത്. ഒരു 3 റേസിംഗ് കാർ, ഒരു ഷാജി പാപ്പൻ്റെ വണ്ടി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഇതൊരു ഷാജി പാപ്പൻ്റെ വണ്ടിയുടെ മോഡലിലാണ് ചെയ്തിരി വെച്ചിരിക്കുന്നത്. ഇത് ഒരു എന്താ പറയുക, ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ ഷെയ്ഡാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഇത് കൂടാതെ ഒരു റേസിംഗ് മോഡും കൂടി ആഡ് ആയിട്ടുണ്ട്. റേസിംഗ് മോഡായിട്ട് ചലഞ്ചിലും മിഷൻസിലും അല്ല ഇത് വരുന്നത്, നമ്മുടെ ഗെയിമിൽ തന്നെയാണ് ഇതും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും നിങ്ങളിൽ ആരൊക്കെയോ ഇവിടെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് ചെറിയൊരു ഇൻഫോർമേഷൻ കിട്ടി. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാം. ആദ്യം നിന്ന് നമുക്ക് റേസിംഗ് മോഡ് ചെയ്യേണ്ട തൊണ്ടയ്ക്ക് ചെറിയൊരു ഇതുണ്ട്, തണുപ്പാല അതിനെ കൊണ്ട്. റേസിംഗ് മോഡിന് ആദ്യമായിട്ട് ലാർജസ്റ്റ് മോഡിൻ്റെ താഴെ കിടക്കുന്ന ഈ റേസിങ്ങിൻ്റെ ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേസിംഗ് മോഡ് ഓപ്പൺ ആവുന്നതാണ്. ആർജിഎസ് മോഡിൻ്റെയും ഇവിടെ കഴിയുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇതാണ്. ഇതിൽ കാർഷിൽ കയറാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു കാർ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിതിൽ കയറാൻ പറ്റുന്നതാണ്. ഉടനെ തന്നെ റേസ് സ്റ്റാർട്ടാകും. നമ്മൾ മോഡ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അതാ റേസ് സ്റ്റാർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വണ്ടിയുടെ പുറകെ നമുക്ക് ഓടി പോകാൻ പറ്റില്ല. അല്ല, എന്തായാലും അവർ റേസ് കഴിഞ്ഞിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള ചീറ്റ് കോഡ്സ് നോക്കാം. ആദ്യത്തെ ചീറ്റ് കോഡ് അല്ലേ വേണ്ട, നമുക്ക് റേസിങ് പോലെ അല്ലേ വേണ്ട, നമുക്ക് ചീറ്റ് കോഡ് നോക്കാം. അവർ വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ ചീറ്റ് കോഡ് വരുന്നത് ഷാജി പാപ്പൻ്റെ വണ്ടിയാണ്. ഷാജി പാപ്പൻ്റെ വണ്ടിയുടെ ചീറ്റ് കോഡ് വരുന്നത്, നമുക്ക് ഫോൺ എടുക്കട്ടെ. നമ്മുടെ ഷാജി പാപ്പൻ്റെ വണ്ടി, അതായത് അതൊരു വാനാണ്. ആദ്യത്തിന് ഷാജി പാപ്പൻ്റെ വണ്ടിയുടെ ചീറ്റ് കോഡ് 4324 ആണ്. ഓ മൈ ഗോഡ്, ആഡ് വന്നിരിക്കുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ബാക്കിൽ പോയിട്ട് നമുക്ക് ഒരു ആഡ് വന്നിരിക്കുന്നു. ഗൈസ്, അപ്പം 4324 ആണ് ഇതിൻ്റെ ചീറ്റ് കോഡ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നമ്മൾ നമുക്കൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണണം. ഇവിടെ നമ്മൾ വിചാരിക്കും ഇത് വഴി തെറ്റി പോകത്തില്ല നീ റേസ് ചെയ്യുന്ന സമയത്ത്. വഴിയൊന്നും തെറ്റി പോകാറില്ല. കാരണം ഇവിടെ ഗ്രില്ലടിച്ചിട്ടുണ്ട് വഴിയിലോട്ട്. കണ്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഗ്രില്ലടിച്ചിട്ടുണ്ട് പോവേണ്ട വഴികളിലെല്ലാം. വേണമെങ്കിൽ നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. ഇവിടെ എല്ലാം ഗ്രില്ലടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ എല്ലാം ഗ്രില്ലാണ് ഫുള്ള്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കാം. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 270 ഗൈസ്. നമുക്ക് അടുത്ത ചീറ്റ് കോഡ് ഇവിടെ നിർത്തിയിട്ട് നോക്കാം. അടുത്ത ചീറ്റ് കോഡ് ഇറങ്ങിയിട്ട് ഫോൺ ഒന്ന് എടുക്കിയിട്ട് നമുക്ക് അടുത്ത ചീറ്റ് കോഡ് നോക്കാം. അടുത്ത ചീറ്റ് കോഡ് ഒരു റേസിംഗ് കാറാണ്. അടുത്തതിൻ്റെ ചീറ്റ് കോഡ് വരുന്നത് 4323 ആണ്. 4323 ആണ് അടുത്തതിൻ്റെ ചീറ്റ് കോഡ് വരുന്നത്. തൊണ്ടയ്ക്ക് ചെറിയൊരു ഇതുണ്ട്. ഇതൊരു ഡോഡ്ജിൻ്റെ ഷേപ്പിലാണ്. ഇത് ഏത് കാറാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്ലിച്ച് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് വേൾഡ് ചാമ്പ്യൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെയും ടോപ്പ് സ്പീഡ് നോക്കാം. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ഇതിൻ്റെ ഓടിക്കുന്ന രീതിയെല്ലാം ഇച്ചിരി വ്യത്യസ്തമാണ്. അതിൻ്റെ ക്യാമറ എല്ലാം ഇതാണ്. പക്ഷേ ഇതൊരു നൈസ് വണ്ടിയാണ്, സൂപ്പർ വണ്ടിയാണ്. നമ്മുടെ ഷാജി പാപ്പൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 270 തന്നെയാണ്. ഈ റാമ്പ് ഒന്ന് കയറി നോക്കട്ടെ ഗൈസ്. അപ്പം നമ്മൾ റാമ്പ് ചാടിയിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി കൂടി ആയിരുന്നെങ്കിൽ നമുക്ക് ആ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് ചാടായിരുന്നു. അത് സാരമില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 270 തന്നെയാണോ എന്ന് ഒന്നും കൂടി നമുക്കൊന്ന് നോക്കാം. പക്ഷേ വണ്ടി ഇടിച്ച് ബാക്കിലോട്ട് എടുക്കട്ടെ ഗൈസ്. സ്പീഡിൽ തന്നെ നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്യാം. അടുത്ത ചീറ്റ് കോഡും വരുന്നത് നമുക്കൊരു റേസിംഗ് കാറാണ്. ഇപ്രാവശ്യം റാമ്പി കാറിൻ്റെ സ്പീഡ് അറിയാൻ പറ്റില്ല. ഇതിൻ്റെയും സ്പീഡ് 270 തന്നെയാണ് ഗൈസ്. അപ്പം നമുക്കൊന്ന് വളയ്ക്കാം. അടുത്ത കാർ എടുക്കാൻ പോവുകയാണ്. അടുത്ത കാറിന് റേസിംഗ് കാറാണ്. 4322 ആണ് അതിൻ്റെ അതായത് 4322 ആണ് അതിൻ്റെ ചീറ്റ് കോഡ് വരുന്നത്. അൺലീഷ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ചാമ്പ്യൻ റേസ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. 1 എന്നാണ് ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. മാച്ച് 1 കില്ലിങ്ങോ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. മാച്ച് 1 കിങ് ഗൈസ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും
ടോപ്പ് സ്പീഡ് നോക്കാം. ഇതും ഒരു നൈസ് വണ്ടിയാണ്. ഈ റേസിംഗ് കാർസിനെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ക്യാമറയുടെ സെറ്റിങ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അടുത്ത അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണല്ലോ അല്ലേ ഗൈസ് കാണുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉടനെ ഇത് ഒന്ന് അടുത്ത വണ്ടി എടുക്കാം. അടുത്ത വണ്ടിയുടെ ചീറ്റ് കോഡ് വരുന്നത് ഇതും ഒരു നൈസ് വണ്ടിയാണ്. 4321 ആണ് ഇതിൻ്റെ ചീറ്റ് കോഡ് വരുന്നത്. ഇതൊരു നൈസ് വണ്ടിയാണ് ഗൈസ്. 23 ഗ്ലോറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് 23 എന്നൊക്കെ അൺലീഷ് റോർ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് അറിയാം. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 270 ആണെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേ പറ്റൂ. പിന്നെ ഇത് ഷെയറും ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പം പറഞ്ഞത് കണക്ക് 270 ആണ്. അപ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ്. പുതിയ അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതാണ്. റേസിംഗ് മോഡ് നമ്മുടെ വെളിയിലൊന്നുമല്ല, ചലഞ്ച് മോഡിലോ മിഷൻസിലോ ഒന്നുമല്ല റേസിംഗ് മോഡ് വരുന്നത്. നമ്മുടെ ഗെയിമിൽ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു മോഡാണിത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ഞാൻ ഉടനെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. മല്ലു സ്റ്റാർ ഒഫീഷ്യൽ.